മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു തആല തന്ന ഏറ്റവും വലിയ സമ്പത്തല്ലേ നമ്മുടെ മക്കളിൽ നിന്നുള്ളത്. ആ മക്കൾക്ക് അല്ലാഹുവിന്റെ കാവൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരില്ലേ? നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരില്ലേ? മക്കള് സ്കൂളിലേക്ക് പോയി തിരിച്ചെത്തുന്നത് വരെ ഉമ്മമാർക്ക് ടെൻഷനാണ്, ബേജാറാണ്. അതുപോലെ മദ്രസയിലേക്ക് പോയി തിരിച്ചെത്തുന്നത് വരെ ഉമ്മമാർക്ക് ടെൻഷനാണ്, പേടിയാണ്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലേ? അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഒരു ദിക്റുണ്ട്. അല്ലാഹുവിന്റെ കാവൽ ലഭിക്കുന്ന ഒരു ദിക്റുണ്ട് കേട്ടോ. ആ ദിക്റൊന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? നമ്മുടെ മക്കൾക്ക് ഞാൻ പറയുന്ന ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊടുത്താൽ, ഈ ദിക്ർ ചൊല്ലിക്കൊടുത്ത അവരെ സ്കൂളിലേക്ക് അയച്ചാൽ, അവരുടെ മദ്രസയിലേക്ക് അയച്ചാൽ, പിന്നെ നിങ്ങൾ ഒരു വിഷയത്തിലും ടെൻഷനാക്കേണ്ടത് ആവശ്യമില്ല. അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവല്, പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുകയാണ്. എന്താണ് ആ ദിക്ർ? ഞാനെന്ന് പറഞ്ഞു തരട്ടെയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തവക്കൽതു അലല്ലാഹി തആല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തവക്കൽതു അലല്ലാഹി തആല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എന്ന ഈ ദിക്ർ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുത്താൽ ആർക്കും ചൊല്ലാവുന്ന ദിക്റാണ് കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് ഈ ദിക്ർ ചൊല്ലിക്കൊടുത്ത് മദ്രസയിലേക്ക് അയച്ചാൽ, സ്കൂളിലേക്ക് അയച്ചാൽ, എവിടേക്കും അയച്ചാൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവല് അവർക്കുണ്ടാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദിക്ർ പതിവാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.